നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. നമ്മളിന്ന് ഈ ചാനലിലൂടെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് നമുക്ക് വിഷുഫലത്തെക്കുറിച്ച് നോക്കാം. വിഷുഫലത്തെ ചിന്തിക്കുമ്പോൾ ഓരോ രാശിക്കാർക്കും ഒരു വർഷത്തെ ഫലമാണ് വിഷുഫലം. 1199 ആണ്ട് ഏപ്രിൽ മാസം 14 തീയതി തൊട്ട് 1200 ആണ്ട് മീനമാസം 30 തീയതി വരെ വരുന്ന ഒരു വർഷത്തെ ഫലം, അതായത് 2024 ഫെബ്രുവരി മാസം 14 തീയതി തൊട്ട് 2025 മാർച്ച് മാസം ഫെബ്രുവരി മാസം 13 തീയതി വരെ വരുന്ന സമയമാണ് ഒരു വർഷത്തെ വാർഷിക ഫലമായിട്ട് നമ്മൾ എടുക്കണേ. ജ്യോതിഷശാസ്ത്രപ്രകാരം ജ്യോതിഷ വർഷം ആരംഭിക്കുന്നത് മേടമാസം 1 തീയതി തൊട്ടാണ്. അതായത് സൂര്യൻ ഉച്ചത്തിലേക്ക് വരുന്ന സമയം തൊട്ടാണ് നമുക്ക് വർഷാരംഭം. അപ്പോൾ ജ്യോതിഷ വർഷം ആരംഭിക്കുന്നത് സൂര്യൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന മേടമാസം തൊട്ടാണ്. അപ്പോൾ സൂര്യൻ ഉച്ചത്തിൽ പ്രവേശിക്കുന്ന സമയം തൊട്ട് വരുന്ന ഒരു വർഷമാണ് നമുക്ക് വിഷുഫലം. ഓരോ രാശിക്കാർക്കും വിഷുഫലം എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കി വരണേ. ഇന്ന് നമുക്ക് വൃശ്ചിക രാശിക്കാരുടെ ഫലത്തെ ചിന്തിക്കാം. വൃശ്ചിക രാശിയിൽ 2.25 നക്ഷത്രങ്ങളുണ്ട്. അതായത് വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട. ഈ 2.25 നക്ഷത്രത്തിൽ അടങ്ങുന്ന വൃശ്ചിക രാശിക്കാർക്ക് ഈ വർഷത്തെ വാർഷിക ഫലം എങ്ങനെ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഈ രാശിക്കാർക്ക് ശരിക്ക് പറയുകയാണെങ്കിൽ കഴിഞ്ഞ പീരീഡുകളിൽ വൃശ്ചിക രാശിക്കാർക്ക് കഴിഞ്ഞ നമ്മൾ പോയ വർഷഫലത്തെ ചിന്തിക്കുകയാണെങ്കിൽ വളരെ ദോഷപ്രദമായിരുന്നു. 6ലേക്ക് വ്യാഴവും ഒപ്പം കണ്ടകശനിയും ഒക്കെ നിന്ന സമയമായിരുന്നു. അതിൽ നിന്ന് ഒരു ചേഞ്ചിലേക്ക് വരികയാണ്, ഒരു ചേഞ്ചിലേക്ക് എത്തിച്ചേരുകയാണ്. വ്യാഴം 7ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അത് വളരെ ഗുണഫലത്തെ, നേരത്തെ സമയത്തെ അപേക്ഷിച്ച് നല്ല സമയമാണ് നിങ്ങൾക്ക് ഈ വിഷുഫലം. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ സഫലീകരിക്കാൻ ഇടവരും. ശത്രുദോഷത്താൽ അല്ലെങ്കിൽ ശത്രുതയാൽ, പലതരത്തിലുള്ള ശത്രുപീഡയാൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് നിന്നവർക്ക് അതിൽ നിന്നെല്ലാം മോചനം ഉണ്ടാകാൻ പോവുകയാണ്. വിവാഹം നടക്കാതിരിക്കുന്നവർക്ക്, ഇപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ പ്രോബ്ലംസ് ആയിട്ടിരിക്കുന്നവർക്കും അനുകൂല അന്തരീക്ഷം ഉണ്ടാവും. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും. ചില പാരൻസ് ഉണ്ട്, മക്കളുടെ കല്യാണം നടക്കുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് മക്കളുടെ വിവാഹം നടത്തി കൊടുക്കാൻ ഇടവരുന്ന കാലഘട്ടം തന്നെയാണ്. അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, വഴക്ക്, കേസ്, അല്ലെങ്കിൽ അകന്ന് താമസിക്കുക, ഇതൊക്കെയായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും ഒത്തുചേരലിന് അനുകൂലപ്രദമായ ഒരു അന്തരീക്ഷം ഉണ്ടാവും. സാമ്പത്തികമായും പുരോഗതി വന്നു ചേരും. ഇതിനെല്ലാം ഇടവരുന്ന ഒരു വർഷമാണ് വിഷുഫലത്തെ കൊണ്ട് ചിന്തിക്കുമ്പോൾ നിങ്ങളുടേത്. അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ കണ്ടകശനിയുടെ ദോഷഭാവവും കൂടി ഉള്ളതുകൊണ്ട് ചെറിയ ചെറിയ തടസ്സങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും. അപ്പോൾ തടസ്സങ്ങളുണ്ടാവുമെങ്കിലും കാര്യങ്ങൾ അനുകൂലപ്രദമായി കലാശിക്കും. തടസ്സത്തിലൂടെയെങ്കിലും കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ഇടവരുന്ന ഒരു കാലയളവ് തന്നെയാണ്. അപ്പോൾ ധൈര്യമായിട്ട് ഓരോ കാര്യത്തിന് ഇറങ്ങാം. ഇപ്പോൾ ശനിയെ കൂടി ഒന്ന് പ്രീതിപ്പെടുത്തണമെന്ന് മാത്രം ശാസ്താവിന് നീരാഞ്ജനമൊക്കെ കത്തിച്ച് ശനി ഭഗവാനെ
പ്രീതിപ്പെടുത്തിയും കൂടി പോകുമ്പോൾ ശനിയുടെ ചെറിയ ബ്ലോക്ക് ഉള്ളതും കൂടി മാറിക്കിട്ടും. അതേപോലെ ഈ വൃശ്ചിക രാശിക്കാർ നല്ല സമയത്തിലേക്ക് ഇതാ വരികയാണ്. അപ്പോൾ നിങ്ങളും ഇറങ്ങിക്കൊള്ളണം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെൽ ബട്ടണും കൂടി അമർത്തണം. എന്തിനെന്നാൽ നമ്മൾ ഈ ആചാര്യ വിഷ്വൽ മീഡിയയിലൂടെ വാരഫലം പോലെ ഡെയിലി നിത്യജ്യോതിഷം ഞങ്ങൾ ചെയ്തു വരികയാണ്. നിത്യജ്യോതിഷം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെ, ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ശുഭകാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ദിവസമാണോ, ഇല്ല എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ അത് ഏത് സമയത്ത് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒരു ലഘു വിവരണം എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് തരുന്നതാണ്. അത് നിങ്ങൾക്ക് ലഭ്യമാവണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണം. അതിനൊപ്പം തന്നെ നമ്മൾ യൂട്യൂബ് ലൈവ് ചെയ്യുന്നുണ്ട്. 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് പ്രോഗ്രാം യൂട്യൂബിലൂടെ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഫലം ലൈവായിട്ട് പറഞ്ഞു തരും. ഇത് നിങ്ങൾ അറിയണമെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതേപോലെ വിദേശ മലയാളികൾക്ക് വേണ്ടി UAE കരാമ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളൊരു സ്ഥാപനം ഇട്ടിട്ടുണ്ട്. പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC. ഇവിടെയും കൺസൾട്ടേഷൻ എല്ലാ മാസത്തിലും അവൈലബിൾ ആണ്. അതുപോലെ വിദേശ മലയാളികൾക്ക് വേണ്ടിയിട്ട് അവിടുത്തെ UAE മലയാള ചാനലായ NTV ചാനലിൽ 1 മണിക്കൂർ സമയം എല്ലാ ഞായറാഴ്ചയും 12 മണി മുതൽ 1 മണി വരെ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വിളിച്ച് ആ സൗകര്യവും ലഭ്യമാക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ചാനലിലൂടെ ചെയ്തു വരികയാണ്. അപ്പോൾ ഒരാളിന് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ആവശ്യമായ കാര്യങ്ങൾ ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങളെ എത്തിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് നിത്യജ്യോതിഷവും കൂടി പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തുടങ്ങിയത്. എല്ലാ ദിവസവും ഫലവും കൂടി അറിഞ്ഞുനടന്ന ദിവസങ്ങളിൽ നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും കൂടി ഒരു വിവരണം ലഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ശ്രദ്ധിച്ച് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ മാറ്റി വയ്ക്കേണ്ടതാണെങ്കിൽ മാറ്റി വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസവും ഭംഗിയാക്കി കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ എല്ലാ വൃശ്ചിക രാശിക്കാർക്കും ഈ വർഷം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.